ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നും അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് അർച്ചന രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരു കോൺസ്റ്റബിൾ അർച്ചനയുടെ മുന്നിലേക്ക് വരികയാണ്. എങ്ങോട്ടാ? ഞങ്ങളെ പറ്റിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്നാ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നു, സാർ, എനിക്ക് വാഷ്റൂം വരെ ഒന്ന് പോകണമായിരുന്നു. ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വാഷ്റൂം ആ ഭാഗത്തുണ്ടായിരുന്നല്ലോ. അതെ, നീ ആരാ എന്താ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം എന്നാ പോലീസുകാരൻ പറയുമ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട്, സാറേ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവിടാൻ നിന്നാൽ സാറിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, ഇവൾ പാവമാണേ, നമ്മളായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട. ഇവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു, ലത പറഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ ലത മാഡം പറയുന്നുണ്ട്, എന്നോട് തന്നെ വേണോ സാറേ ഇത്? സാറിനെ ഞാൻ എത്ര കാലമായി കാണുന്നു. നിനക്ക് ടോയ്ലറ്റിൽ പോകണോടി എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അർച്ചനയോട് അവർ ചോദിക്കുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഇപ്പോൾ പോകണ്ട എന്ന്. അങ്ങനെ അർച്ചനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ മാഡം. നിനക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ദാ അവിടെയാണ് വാഷ്റൂം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ വീട്ടുകാരുടെ നമ്പർ എടുക്ക്. എന്താടി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എന്ന് ആ മാഡം ചോദിക്കുമ്പോൾ അർച്ചന മറുപടിയൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടു, ഞാൻ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് അർച്ചന ബാഗ് എടുക്കുന്നുണ്ട്. നിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് അർച്ചന മറുപടി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എടുക്ക് എന്നും ആ മാഡം പറയുന്നുണ്ട്. ഈശ്വര, മൊബൈൽ കൊടുത്താൽ ഞാൻ ആരാണെന്ന് ഇവരറിയും. എന്താ ഇപ്പോൾ ചെയ്യുന്നേ എന്നൊക്കെ അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ അർച്ചനയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അർച്ചന അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ആ കടലാസ് എവിടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് കാണാനില്ലെന്ന് അർച്ചന. അത് കൊള്ളാം, നീ ഒന്നാം തരം ഉടായിപ്പാണല്ലോടി. നിൻ്റെ ID കാർഡ് എവിടെ, എടുക്ക് എന്ന് പറയുമ്പോൾ അർച്ചന നിന്ന് പരുങ്ങുന്നുണ്ട്. ഇനിയിപ്പം അതും കയ്യിലില്ലെന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ കയ്യിലുണ്ടെന്ന് അർച്ചന. അത് പറഞ്ഞ് അർച്ചന ഇപ്പോൾ ബാഗിൽ അതൊക്കെ തപ്പുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ID കാർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ID കാർഡ് പരിശോധിച്ച് നോക്കുകയാണ് ആ മാഡം. സത്യം പറ, നീ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് മറ്റൊരാളെത്തി. ഞാനിപ്പോൾ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പോയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ആ മാഡം അവിടെ നിന്ന് പോകുന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് SI. അപ്പോൾ ലതാ മാഡം പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ ID കാർഡൊക്കെ ഉണ്ട്. അവളൊരു തട്ടിപ്പുകാരിയാണെന്ന് തോന്നുന്നില്ല. ഇന്ന് രാത്രി അവൾ ഇവിടെ നിൽക്കട്ടെ. ആ വീട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി എന്ന് SI പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നു. ഇത് അർച്ചന കാണുന്നുണ്ട്. വന്നത് മറ്റാരുമല്ലായിരുന്നു, അനൂപ് തന്നെ. അനൂപിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. എന്നെ ഇപ്പോൾ കണ്ട ആകെ പ്രശ്നമാകുമല്ലോ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ അർച്ചന മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അനൂപ് ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട്, CA സാറിനെ ഒന്ന് കാണണമെന്ന്. സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ എന്ന് മാഡം പറയുന്നു. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, മാഡം, ഭർത്താവിനോട് പിണങ്ങി എൻ്റെ പെങ്ങൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയി എന്ന് അനൂപ് പറയുമ്പോൾ ആ മാഡം പറയുന്നുണ്ട്, കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ, അല്ലാതെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നവരെ അത് വെച്ചോണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു ജീവിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാം തകിടം മറിഞ്ഞു എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ആ SI ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരിക്ക് എന്ത് പ്രായം വരും? അപ്പോൾ 27 എന്ന് അനൂപ് പറയുന്നു. കുഞ്ഞിനോ എന്ന് ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ഒരു 6 മാസം ആയിട്ടില്ല. താൻ അവരുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ എന്ന് SI മാഡം പറയുമ്പോൾ അർച്ചനയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അനൂപ്. ഇപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതല്ലേ അവൾ എന്ന് ചോദിക്കുന്നുണ്ട്. എടോ, തൻ്റെ പെങ്ങളും കൊച്ചും ഇവിടെ തന്നെയുണ്ട്. 5 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ അവളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അനൂപ് ചോദിക്കുന്നുണ്ട്, എവിടെ അവൾ, എവിടെയാണ് മാഡം എന്നൊക്കെ ചോദിക്കുന്നു. ലതേ, അവളെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് SI പറയുമ്പോൾ ലത മാഡം ഇപ്പോൾ അർച്ചനയെ വിളിക്കാനായി പോവുകയാണ്.
പക്ഷേ അവിടെ ചെന്നപ്പോൾ അർച്ചനയെ അവിടെ എങ്ങും കാണാനില്ല. അവിടെയൊക്കെ നോക്കുന്നുണ്ട് ലതാ മാഡം, പക്ഷേ അവിടെ എങ്ങും ഇല്ല. വാഷ്റൂം തുറന്നു കിടക്കുവാണല്ലോ, പിന്നെ ഇതെവിടെ പോകാനാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ എസയുടെ അടുത്തേക്ക് വന്ന് ലതാ മാഡം പറയുന്നുണ്ട്, മാഡം അവൾ രക്ഷപ്പെട്ടു, അവളെ ഇവിടെ എങ്ങും കാണുന്നില്ല, എങ്ങനെയെങ്കിലും എൻ്റെ പെങ്ങളെയും മോളെയും കണ്ടുപിടിക്കണം എന്ന് അനൂപ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ അന്വേഷിച്ച് പോവുകയാണ് എല്ലാവരും. പിറ്റേ ദിവസമായിരിക്കുന്നത്. ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഒരു ബാഗുമായി ഇങ്ങനെ നടക്കുകയാണ്. ഒരു കാറിൻ്റെ അരികിൽ ചെന്നിട്ട് ആ ഗ്ലാസ്സിൽ തട്ടുന്നു. ചേട്ടാ, ഒരു ഓട്ടം പോകണമായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഇതിനി ഓട്ടം പോകില്ല എന്ന്, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചോളൂ. അതെന്താ ഓട്ടം പോകാത്തത്, ഇതൊരു ടാക്സി ആണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുതൽ ഞാൻ ഓടുകയായിരുന്നു, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഓടിയാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് തട്ടും, അതുകൊണ്ടാണ് ഞാനിതിവിടെ നിർത്തിയിട്ടിരിക്കുന്നത്, ചേട്ടൻ വേറെ ഏതെങ്കിലും വണ്ടി വിളിക്ക് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവിടെ വേറെ ഒരു ടാക്സിയും കാണുന്നില്ലല്ലോ, അതിപ്പോൾ എൻ്റെ കുഴപ്പമാണോ, നിങ്ങൾ വേറെ വണ്ടി നോക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒരടി പോലും എനിക്ക് നടക്കാൻ വയ്യ. നടക്കാൻ വയ്യെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി ഇരിക്കണം മിസ്റ്റർ എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. എന്നാൽ സച്ചി അത് കേൾക്കാത്ത പോലെ ആ വണ്ടിയിൽ തന്നെ വന്ന് കയറുന്നുണ്ട്. നിങ്ങൾ എന്തോ നീ കാണിക്കുന്നത് എന്ന് ഡ്രൈവർ ചോദിക്കുന്നു. എവിടെയെങ്കിലും കയറി ഇരിക്കാൻ പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്തോട്ടാണോ കയറിയിരിക്കുന്നത്, വല്ല കടത്തിണ്ണയിലും പോയി ഇരിക്കണം എന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഞാനും ഇവിടെ ഇരിക്കാം, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഇത് നല്ല കാര്യമായിപ്പോയി, നിങ്ങളാണോ ഇതിന് ഡ്രൈവർ, ഞാനാണോ, എന്താ സംശയം, ചേട്ടൻ തന്നെ എന്ന് സച്ചി. ചേട്ടനോ, ആരുടെ ചേട്ടൻ, എനിക്ക് നിന്നെക്കാളും ഒരുപാട് വയസ്സ് കുറവാണ്, എന്നെ പേര് വിളിച്ചാൽ മതി, എന്താ നിങ്ങളുടെ പേര് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ബിജുക്കുട്ടൻ എന്നാണ് പേര്, നാട്ടുകാർ പലതും വിളിക്കാറുണ്ട്. ബിജുക്കുട്ട, അപ്പോൾ എന്തായാലും ഞാൻ തൻ്റെ വണ്ടിയിൽ തന്നെ പോകുന്നുള്ളൂ, തനിക്ക് വയ്യെങ്കിൽ ഞാൻ ഓടിക്കാം, താൻ ഉറങ്ങിക്കോളൂ എന്ന് സച്ചി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഇങ്ങനത്തെ സംസാരമൊന്നും എൻ്റെ അടുത്ത് പറയരുത്, എൻ്റെ വണ്ടി വേറെ ആരും ഓടിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ തന്നെ ഓടിച്ചോളാം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ വണ്ടി എടുക്ക്. ഉടനെ ആ ഡ്രൈവർ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എനിക്ക് ഓട്ടം പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞത്, വണ്ടി എടുക്കടോ എന്ന് സച്ചി ദേഷ്യത്തോടെ പറയുമ്പോൾ ഉടനെ തന്നെ അപ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ആ വണ്ടിയിലിരുന്നൊന്ന് മയങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഡ്രൈവറെ നോക്കുകയും ചെയ്യുന്നു. തൻ്റെ വണ്ടിയിൽ വെള്ളമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇന്നാ കുടിക്ക് എന്ന് പറഞ്ഞ് ഡ്രൈവർ സച്ചിക്ക് ഇപ്പോൾ വെള്ളം എടുത്തു കൊടുത്തു. കൊള്ളാം, അത് മുഴുവനും കുടിച്ചോ എന്ന് ആ ഡ്രൈവർ ചോദിക്കുന്നു. ടാക്സി ചാർജിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 20 രൂപ കൂടി കൂട്ടും, ആ വെള്ളം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ എന്ന് ബിജുക്കുട്ടൻ പറയുന്നു. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, താൻ എന്തെങ്കിലും ചെയ്യ്. എന്നിട്ട് സച്ചി ആ കുപ്പി എടുത്ത് കളയുന്നു. താൻ എന്താ എൻ്റെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് മേടിപ്പിക്കാൻ ഇറങ്ങിയതാണോ, കുപ്പി എടുത്തിങ്ങനെ റോഡിൽ പബ്ലിക്കായിട്ട് ഇടാൻ പറ്റില്ല എന്ന് ആ ഡ്രൈവർ പറയുന്നു. അത് അവിടെ ക്യാമറയുണ്ടോ എന്നോ ആരെങ്കിലും ആൾക്കാരുണ്ടോ എന്നൊക്കെ നോക്കി വേണം കളയാൻ എന്ന് അയാൾ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഓ അപ്പോൾ പകൽ മാന്യനാണല്ലേ. ഉടനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, പകൽ മാത്രമല്ല രാത്രിയിലും മാന്യനാണെന്ന്, ഞാൻ ഉറങ്ങാൻ പോവുക, എന്നെ വെറുതെ ശല്യം ചെയ്യരുത് എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ആരായി, പലതരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഇതെന്ത് സാധനമാ എന്നൊക്കെ ബിജുക്കുട്ടൻ പറയുന്നു. ശേഷം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നു. അർച്ചന ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിലേക്ക് പോകാനാണ് അർച്ചനയുടെ തീരുമാനം. ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു. ഒരു സീറ്റ് ഒഴിവുണ്ട്, അർച്ചനയ്ക്ക് അതിലിരിക്കാം. അങ്ങനെ അർച്ചന ബസ്സിലേക്ക് കയറിയിരിക്കുന്നു. ബസ്സിലിരിക്കുമ്പോഴും സച്ചിയെക്കുറിച്ചാണ് അർച്ചന ആലോചിക്കുന്നത്. എന്നിട്ട് കരയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർ വന്ന് ബസ് എടുക്കുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സച്ചി കരുതിയത്. എന്നാൽ ആ ഡ്രൈവറിന് ഉറക്കം നിന്നതുകൊണ്ട് തന്നെ അയാൾ ഒരു ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങുകയാണ്. ബിജുക്കുട്ട ബിജുക്കുട്ട എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അയാളെ എഴുന്നേൽപ്പിക്കുകയാണ്. വണ്ടിയിലുണ്ടായിരുന്ന വെള്ളം തീർന്നായിരുന്നോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് കൊള്ളാം, പോത്ത് കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചതല്ലേ, എന്നിട്ടിപ്പോൾ വെള്ളം ചോദിക്കുന്നോ, ആ കടയിൽ നിന്നെങ്ങാനും മേടിച്ച് കുടിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് ബിജുക്കുട്ടൻ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര ദൂരം പോയി എന്ന്. കുറേ ദൂരം പോയി, ഒരു 1.5 കിലോമീറ്റർ പോയി കാണുമെന്ന് ബിജുക്കുട്ടൻ പറയുന്നു. അങ്ങനെ സച്ചി വണ്ടിയിൽ നിന്നും ഇറങ്ങി. കുറച്ച് നേരം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി.
സച്ചി അവിടെ കണ്ട കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. അത് കുടിക്കാൻ നോക്കുമ്പോൾ ബിജുക്കുട്ടൻ അത് കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി മുഖം കഴുകി. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്നത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി, സെക്കൻഡ് ഷോയ്ക്ക് മറ്റോ പോയിരുന്നോ എന്നൊക്കെ ബിജുക്കുട്ടൻ ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇല്ല, ഇന്നലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. സോറി, എനിക്കറിയില്ലായിരുന്നു എന്ന് ബിജുക്കുട്ടൻ. അങ്ങനെ സച്ചി അങ്ങോട്ട് നോക്കുമ്പോഴും അർച്ചനയെപ്പോലെ ഒരു പെൺകുട്ടി കുഞ്ഞുമായി പോകുന്നത് സച്ചി കാണുന്നു. അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ഓടിച്ചെന്ന് ആ കുട്ടിയെ പിടിക്കുന്നു. ഉടനെ ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന്, നിങ്ങളെന്തിനാ എൻ്റെ ദേഹത്ത് പിടിച്ചത് എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് സച്ചി. ഇയാൾ എൻ്റെ ദേഹത്ത് കയറി പിടിച്ചോ എന്നൊക്കെ അവിടെ നിൽക്കുന്നവരോട് ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് കുറച്ച് ആൾക്കാർ വരുന്നു. ഇവനെ ഒന്നും വെറുതെ വിടരുത്, ഇവനെയൊക്കെ തല്ലി കൊല്ലുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സച്ചി അവർ അടിക്കുകയാണ്. അത് ആ ഡ്രൈവർ കാണുകയും പെട്ടെന്ന് തന്നെ ബിജുക്കുട്ടൻ വന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഒരബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോൾ, എന്ത് പറ്റി, ഇയാളുടെ കൂട്ടുകാരനാണോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നു. അതേ ചേട്ടാ, അടിക്കല്ലേ, എന്താ എൻ്റെ കൂട്ടുകാരന് എന്താ പ്രശ്നം എന്നൊക്കെ ബിജുക്കുട്ടൻ ചോദിക്കുമ്പോൾ ഡ്രൈവറിനെ അടിക്കുകയാണ്. അത് മൈൻഡ് പോലും ചെയ്യാതെ സച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. സച്ചി അങ്ങനെ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയൊക്കെ കൊണ്ട് തളർന്ന് ബിജുക്കുട്ടൻ അവിടേക്ക് വരുന്നു. ബാക്കിയുള്ളവനെ അടി കൊള്ളിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ, നിങ്ങൾ ആരാ, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്നെ ഇങ്ങനെ തല്ലുകൊള്ളിക്കാനായി, എല്ലാവരും എന്നെ അടിച്ചു, ഇല്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് കേട്ട് സച്ചി പറയുന്നു, നമുക്ക് അടുത്തെവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടെങ്കിൽ അവിടേക്ക് പോകാമെന്ന്. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകണ്ട, എനിക്ക് ബേഷായി കിട്ടി, ഇത് തന്നെ ധാരാളം എന്ന് ബിജുക്കുട്ടൻ പറയുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. അവിടെ ഇതിലും ആൾക്കാരുണ്ട്, അടി എണ്ണാൻ സാധിക്കില്ല എന്നൊക്കെ ബിജുക്കുട്ടൻ പറയുമ്പോൾ സച്ചി പറയുന്നു, ഐ ആം സോറി. ആരാ ഈ അർച്ചന, ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയതും ആ പെണ്ണിനെ പിടിച്ചതും. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അർച്ചന എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ച് പോയല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ഡ്രൈവർ ചോദിക്കുമ്പോൾ സച്ചി വളരെ വിഷമത്തോടെ പോയി എന്ന് പറയുന്നു. പോവാം എന്ന് പറഞ്ഞ് അവരങ്ങനെ വീണ്ടും അവിടെ നിന്നും പോകുന്നു. ശേഷം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചന റോഡ് സൈഡിൽ കൂടി കുഞ്ഞുമായി നടന്നു വരുന്നുണ്ട്. ആ സമയം ഒരു വണ്ടി നേരെ വന്ന് അർച്ചനയെ ഇടിച്ചിടുകയാണ്. അർച്ചന എങ്ങനെ തെറിച്ച് താഴേക്ക് വീഴുകയാണ്. ഈ സമയത്ത് തന്നെ അവന്തികയ്ക്ക് വെടിയേറ്റ കാര്യം, സച്ചി ഇങ്ങനെ പോകുന്നതും എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.